പുരാതനമായിട്ടുള്ള സംസ്കാരങ്ങളിൽ ഒന്നായ ഈ ചൈനീസ് സംസ്കാരം ചതിയുടെയും ക്ഷാമത്തിന്റെയും കൊലവിളിയുടെയും വിളനിലമായി മാറുന്ന അവസ്ഥ. അക്കൂട്ടത്തിൽ ഒരു 15 വയസ്സുകാരന്റെ കുടുംബം നമ്മൾ ശ്രദ്ധിക്കണം. ആ ബാലന്റെ പേര് ഷി ജിൻപിങ് എന്നാണ്. ഷി ജിൻപിങ്ങിന്റെ പിതാവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്യോഗസ്ഥനുമായിട്ടുള്ള വ്യക്തിയായിരുന്നു ഷി സോങ്സുൻ. 1962 അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വിപ്ലവകാലത്ത് പരസ്യമായ അപമാനിക്കലും തടവറയും ഉൾപ്പെടെയുള്ള കടുത്ത പീഡനങ്ങൾക്ക് ഇരയാകുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഫലമായി ഷി ജിൻപിങ്ങിനും കുടുംബത്തിനും വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. തുടർന്ന് കുടുംബത്തെ അവിടെ നിന്ന് പുറത്താക്കുകയും പ്രാഥമിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത ചൈനയുടെ മറ്റൊരു ഭാഗത്തേക്ക് അവർക്ക് കുടിയേറി പാർക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയും ചെയ്യുന്നു. സമ്മർദ്ദ കാരണം അദ്ദേഹത്തിന്റെ മൂത്ത അർദ്ധ സഹോദരി ആത്മഹത്യ ചെയ്തതായിട്ടും അന്ന് പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഒറ്റുകാരന്റെ മകനായി 7 വർഷത്തോളം കാലം ഒരു ചെറ്റക്കുടിലിൽ സാധാരണ കൃഷിപ്പണികളൊക്കെ എടുത്ത് പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കാതെ ഷി ജിൻപിങ് തന്റെ കാലം കഴിച്ചുകൂട്ടി. എന്നാൽ ചൈനയുടെ ഇതിഹാസങ്ങളിൽ ഇതേ ഒറ്റുകാരന്റെ മകൻ ചൈനയുടെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള അധികാരിയും ഏറ്റവും അപകടകാരിയായിട്ടുള്ള ലോക നേതാവുമായി വളർന്നു വരുന്ന തിരക്കഥയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോ ചോദ്യം ഇതാണ്: ഇത്രയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം നയിക്കേണ്ടി വന്നിട്ടും ഈ ബാലൻ എങ്ങനെയാണ് ചൈനയുടെ നേതൃനിരയിൽ ആരും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവ്